വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ഈ 19-7 അല്പം കൂടെ വിവരണം പറയാനുണ്ട്. 19:10 വരെ വന്നെങ്കിലും 19-7 ഒന്ന് വായിച്ചേ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുകയാണ്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കാന്തയിൽപ്പെട്ടവരാ നമ്മളിവിടെ ഇരിക്കുന്നവരെല്ലാം കേട്ടോ. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും എന്ത് ചെയ്തിരിക്കുന്നു? തന്നെത്താൻ ഒരുക്കുക. നമ്മളിവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളെല്ലാം ഈ പെട്ട ആളുകളാണ്, കുഞ്ഞാടിൻ്റെ കാന്തയിൽപ്പെട്ട ആളുകളാണ്. അപ്പം കുഞ്ഞാടിൻ്റെ കല്യാണം വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് നമ്മളാണ്. ഈ ലോകത്തിലെ സന്തോഷം അല്ല പ്രിയമുള്ളവരെ സന്തോഷം. ഈ ലോകത്തിലെ സന്തോഷത്തിനെല്ലാം പരിധിയുണ്ട്. ഇനി നമ്മൾ വലിയൊരു സദ്യക്ക് പോയെന്ന് വെച്ചോ, സന്തോഷം എത്ര കഴിക്കും നമ്മൾ? അവസാനം ഇതൊന്നും വേണ്ടാന്നും പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ കഴിക്കാവുന്നിടത്ത് നമുക്ക് പോകാം, ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. എന്തോ ആണേലും സ്തോത്രം, അവസാനം നമ്മൾ വേണ്ടാന്ന് പറയും, എല്ലാം ഉണ്ടെന്ന് പറയും. കാരണം അത്രേ ഉള്ളൂ. ഹല്ലേലൂയ, അത്രേ ഉള്ളൂ. എന്തോ ഉണ്ടെങ്കിലും എനിക്ക് ഗുലാബ് ജാം ഒത്തിരി ഇഷ്ടമാണ്. അപ്പം സദ്യക്കൊക്കെ പോകുമ്പോൾ മധുരമായതുകൊണ്ടാണ്. അപ്പം ഇത് എത്ര എണ്ണം കഴിക്കും? നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. പക്ഷേ ഈ ലോകത്തിലെ എല്ലാത്തിനും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. നമ്മളെല്ലാം ഈ ലോകത്തിൽ കിടന്നങ്ങ് കറങ്ങുക. ഈ ലോകത്തിലെ കാര്യങ്ങളും ഈ ലോകത്തിലെ പ്രശ്നങ്ങളും ഈ ലോകത്തിലെ അന്യോന്യം പാകയും ഈ ലോകത്തിലെ വിദ്വേഷവും ഈ ലോകത്തിലെ കൂട്ടിപ്പിടിപ്പീരും, ഇങ്ങനെ ഈ ലോകത്തിൽ കിടന്ന് കറങ്ങി 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 നമ്മുടെ നിത്യത പോവുക. നമ്മുടെ നിത്യതയാണ് ഏറ്റവും വലുത്. ഇന്ന് കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റി ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ നിത്യത നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഇവിടെ പറയരുത്. ഈ കമ്മിറ്റി കിടന്ന ആൾ കളിച്ച് അവസാനം അത് നിത്യത പോയാലോ വല്ല പ്രയോജനം? കമ്മിറ്റിക്കാരെങ്കിലും വരുമോ അവനവൻ്റെ നിത്യത കളഞ്ഞാൽ? എന്തിനാ? അവനവൻ അധ്വാനിച്ച് ജീവിക്കുന്നു, വേറൊരുത്തൻ്റെ ഇതിലല്ല ജീവിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, സ്തോത്രം, ആ കുഞ്ഞാടിൻ്റെ കാന്തയിൽ പെട്ടവരാണ് നമ്മൾ. എന്നിട്ട് നമുക്ക് സന്തോഷം വരുന്നില്ലല്ലോ. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും താൻ ഒരുക്കിയിരിക്കുന്നു. ആ കാന്തയിൽ പെട്ടവരാണ് നമ്മൾ. നമുക്കിതങ്ങ് ശരിക്കും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇത് ശരിക്കും മനസ്സിലായാലുണ്ടല്ലോ, ഹന്ന ദൈവാലയം വിട്ട് പിരിയാതിരുന്ന പോലെ നമ്മളിരുന്നേനും. ഹന്ന ഏത് ഹന്നായാ? പുതിയ നിയമത്തിലെ ഹന്ന. ദൈവാലയം വിട്ട് പിരിയാതെ എത്ര നാളാണ് വിധവയായിട്ടിരുന്നിട്ട് ദൈവാലയം വിട്ട് പിരിയാതെ ദൈവത്തെ കാത്തിരുന്ന അവളാണ്. ശിമയോൻ യേശു കർത്താവിനെ എടുത്ത് അങ്ങനെ പറയുമ്പോൾ, സ്തോത്രം, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കണമെന്ന് പറയുമ്പോൾ ഹന്നായും വന്ന് എന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹന്നായുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിലെ സന്തോഷവും ഇതെല്ലാം ഇത്രയേ ഉള്ളൂ, എനിക്കിനി നിത്യതയെക്കുറിച്ചുള്ളൊരു ചിന്തയായിരുന്നു അവളെ ഭരിച്ചത്. ഹല്ലേലൂയ. നമുക്കും ആ നിത്യതയെക്കുറിച്ചൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. സ്തോത്രം. ഈ കുഞ്ഞാടിൻ്റെ കല്യാണം വരുമ്പോൾ ഇത് എപ്പോൾ എവിടെ വെച്ച് നടക്കും, എപ്പോൾ നടക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒന്ന് ചിന്തിക്കണേ. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുമല്ലോ, കേട്ടവറ്റങ്ങ് പോയാൽ പോരെ. ഇത് എപ്പോഴാണ്, എവിടാ, എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ എന്നെഴുതിയിരിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ കർത്താവിൻ്റെ വരവിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ കാന്തയായിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ പ്രിയപ്പെട്ടവരാണ് കുഞ്ഞാടിൻ്റെ കാന്ത. സ്തോത്രം. ആ കുഞ്ഞാടിൻ്റെ കാന്ത ഈ പ്രതിഫലത്തിനായിട്ടുള്ളൊരു ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. ന്യായവിധി എന്ന് പറയുന്ന ശിക്ഷയല്ല, നമുക്ക് കേൾക്കുമ്പോൾ ന്യായമായ വിധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? ഇപ്പം നമ്മൾ ഈ യോഗത്തിന് വരാൻ എത്ര എഫേർട്ട് എടുത്തു, എത്ര കാര്യം ബുദ്ധിമുട്ടി നമ്മൾ. അപ്പം മഴയത്ത് കോട്ടിട്ട് സ്കൂട്ടറിലൊക്കെ വരുമ്പോൾ അതിനൊരു പ്രതിഫലമില്ലേ? എയർ കണ്ടീഷൻ കാറ് സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ പിടിച്ച് ഹാ എന്നും പറഞ്ഞ് വരുമ്പോൾ അവർക്കാണോ പ്രതിഫലം കിട്ടുന്നത്?
മഴയത്ത് കോട്ടുമൊക്കെ ഇട്ട് നനഞ്ഞ് പിടിച്ച് വരുമ്പോൾ കർത്താവിനെ സ്നേഹിച്ച് വരുന്ന. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്? പ്രതിഫലത്തിന് മാറ്റമുണ്ട്. ഹല്ലേലൂയ. 3 നേരത്തിന് 5 നേരവും തിന്നേച്ച് ഡെമ്പും പറഞ്ഞ് നടക്കുന്നിട്ട് അവർക്കും വിശ്വാസിയാണേലും അവർക്കാണോ പ്രതിഫലം കിട്ടുന്നത്? പട്ടിണിയോടും വിഷമത്തോടും നിന്ദയോടും ആയിരിക്കുന്ന ആളുകൾ, അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആളുകൾക്ക് അവർക്കാ പ്രതിഫലം കൂടുതൽ. നമുക്കിവിടെ ധനവാന്മാരെ കാണുമ്പോൾ ഏതാണ്ട് രോമാഞ്ചം തോന്നുന്നു. ഈ ധനവാന്മാരെക്കുറിച്ച് അയ്യോ കഷ്ടമെന്നാണ് ദൈവവചനം പറയുന്നത്. ധനവാന്മാരെന്ന് പറയുമ്പോൾ നമ്മളൊന്നും ധനവാന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരല്ല കേട്ടോ, നമ്മളങ്ങനെ ചിന്തിക്കരുത്. ഹല്ലേലൂയ. കാരണം ഒരുവൻ ധനവാനായി തീർന്നാൽ അവൻ അതിന് ദൈവത്തോട് കണക്ക് പറയണം. അവൻ്റെ ആ ധനം ദൈവിക നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. ഇല്ലെങ്കിൽ അവൻ എന്താ പ്രതിഫലം കിട്ടുന്നത്? നമ്മുടെ യേശു കർത്താവ് ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ ആ 2 കാശിട്ട വിധവയെക്കുറിച്ച് എടുത്തു പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ. മറ്റൊരു കൊണ്ടുവരുന്നത് കിഴി കെട്ടിയായിട്ട് നല്ല കിലുക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കർത്താവ് കണ്ടില്ല. കർത്താവ് പറഞ്ഞ അവരുടെ ഉള്ളതിൽ അവരുടെ സമ്പത്തിൽ നിന്നാണ് അവരിട്ടത്. ഇവള് ഇല്ലായ്മയിൽ നിന്ന്, സ്തോത്രം, ഇല്ലായ്മയിൽ നിന്ന് അവനുള്ളതൊക്കെയും വിട്ടു, അവക്കുള്ളതൊക്കെയും വിട്ടു എന്ന് പറയുക. അപ്പം പ്രതിഫലത്തിന് മാറ്റമുണ്ട്. നമ്മുടെ അധ്വാനത്തിനും ഓട്ടത്തിനും ഒക്കെ ഉള്ള മാറ്റമുണ്ട്. ഹല്ലേലൂയ. 2 നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്ത ദൈവദാസന്മാരുണ്ട്. ഇഷ്ടംപോലെ ദൈവദാസന്മാരുണ്ട്, ആഹാരം കഴിക്കാനില്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടി, മുളകും കടിച്ചു കൂട്ടി, ചുക്കാറൊട്ടിയും തിന്ന് കഴിയുന്ന ആളുകളുണ്ട്. അവർക്കാണോ പ്രതിഫലം കിട്ടുന്നത്? ഭക്ഷണം കൂടി കൊളസ്ട്രോളും എല്ലാം കൂടെ കൂടിയേച്ച് ഡയറ്റ് ചെയ്യുന്ന പാസ്റ്റർക്കാണോ പ്രതിഫലം കിട്ടുന്നത്? നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. നിങ്ങളാരും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഭക്ഷണം കൂടുതലാണ്. ഒരു മുട്ട കഴിച്ചാൽ അരമുറിയേ കഴിക്കാവുള്ളൂ, ബീഫ് ആഴ്ചയിൽ ഒരിക്കൽ 100 ഗ്രാമേ കഴിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഇതുണ്ട്, ഫുഡിൻ്റെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണോ പ്രതിഫലം? അപ്പോൾ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിഫലം ഭാഗിക്കാനുള്ളൊരു ന്യായവിധിയുണ്ട്. എന്ന് വെച്ചാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനുള്ള ഒരു ന്യായവിധിയുണ്ട്. അതുപോലെ തന്നെ പ്രതിഫലത്തിന് വേണ്ടിയുള്ള ന്യായവിധിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പ്രതിഫലത്തിന് വേണ്ടിയുള്ള ന്യായവിധിക്കും കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷയ്ക്കും ഇടയ്ക്കാണ് ഇത് നല്ലത്. മനസ്സിലാകുന്നില്ലെന്നൊന്നും. മഹത്വപ്രത്യക്ഷത എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ വരവിന് 2 ഘട്ടമുണ്ട്. ഒന്ന് രഹസ്യമായ വരവ്, 2 മഹത്വപ്രത്യക്ഷത. എന്ന് വെച്ചാൽ സകല ആളുകളും കാണെ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ ഇറങ്ങി വരുന്ന അത്, സ്തോത്രം, ആ വരവ് രഹസ്യപ്രത്യക്ഷതയാണ്. കർത്താവ് താൻ മഹത്വത്തോടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ അനുഭവം, ആ ഗംഭീരനാദം എന്ന് പറയുമ്പോൾ അവർ മാത്രമേ കേൾക്കത്തുള്ളൂ. എന്നാൽ ഹാനോക്ക് പറഞ്ഞ പോലെ 1000 വിശുദ്ധന്മാരുമായി കർത്താവ് യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ കാല് ചവിട്ടും. ഞാൻ ഈ ഇടയ്ക്ക് ഈ ഒലിവുമലയൊക്കെ എൻ്റെ മൊബൈലിൽ നോക്കി കാണാറുണ്ട്. അത് കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷമാണ്. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് അവിടെ വന്ന് കാല് ചവിട്ടാനുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവ് കാല് ചവിട്ടാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്ന ആ 7 വർഷമാണ്. അവിടെ വെച്ചാണ്, ആ മധ്യാകാശത്തിൽ വെച്ചാണ്, സ്തോത്രം, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ ദൈവസഭയെ ഇവിടുന്ന് എടുത്ത് ആ പ്രതിഫലം മധ്യാകാശത്ത് വെച്ച് അവരവരുടെ പ്രതിഫലത്തിനുള്ള ആ പ്രതിഫലം ഭാഗിച്ച് മഹത്വപ്രത്യക്ഷ എന്ന് വെച്ചാൽ സഖരിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന യെരൂശലേമിൽ അവൻ്റെ കാല് ചവിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്യാപ്പിനിടയിലാണ് എന്തുള്ളത്? ഈ വിവാഹം നടക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇത് വെളിപ്പാട് നമുക്ക് എന്ന് വെച്ചാൽ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ഒരു ചിന്തയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ സ്വർഗത്തിൽ പോകുന്ന ഘട്ടങ്ങളുണ്ട്. ഒറ്റ വാക്കി സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്ന ഇതല്ല, ഇതിന് ഘട്ടങ്ങളുണ്ട്. അടുത്തത് മണവാളൻ ആരാണ്? നമ്മുടെ കർത്താവാ, കുഞ്ഞാടാ. സ്തോത്രം. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നീ ഗോത്രത്തിലും ഭാഷയിലും വംശങ്ങളിലുള്ളവരെ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ആ കുഞ്ഞാടാണ് മണവാളൻ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം
22-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 1 മുതൽ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് ആ ഉപമ പറഞ്ഞത്. സ്വർഗരാജ്യം എങ്ങനെയാ? തൻ്റെ മണവാളന് വേണ്ടി സദ്യ. വായിച്ചമ്മളെ. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. അവർക്ക് വരാൻ മനസ്സായില്ല. കർത്താവ് പറയും, ഇങ്ങനൊരു കല്യാണ സദ്യ ഉണ്ട്. അതാണ് നമ്മുടെ പരസ്യയോഗങ്ങളിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ക്ഷണിക്കുക. നമ്മൾ മൊബൈലിൽ കൂടെ പ്രസംഗങ്ങൾ ഇതൊക്കെ വിടുന്നത് എന്തിനാ? ക്ഷണിക്കുക. ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ഈ പ്രസംഗം റെക്കോർഡ് ചെയ്ത് അയക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു രക്ഷയുണ്ടെന്നുള്ള കാര്യം ക്ഷണിക്കുക. പക്ഷേ അവർക്ക് എന്തില്ല? മനസ്സില്ല. സ്തോത്രം. അവർക്ക് മനസ്സില്ല. സ്തോത്രം. അടുത്തത്. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴം ഒരുക്കി തീർന്നു. എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവീൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്ക് പോയി. നമ്മൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഒരുത്തൻ അവൻ്റെ കണ്ടത്തിലേക്ക് പോയി. സഭായോഗത്തിന് വന്നാൽ എന്നാ കിട്ടാനാ? ഒന്നും കിട്ടത്തില്ല. കണ്ടത്തിൽ പോയാൽ കൃഷി ചെയ്താൽ നല്ല നെല്ലുണ്ണ. അത് അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. സഭായോഗത്തിന് വന്നാൽ എന്നെ കിട്ടുന്നേ. ഇപ്പോഴും നെല്ല് ചോദിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ എന്നെ കിട്ടാനാണ്. ഇവിടെ എന്നെ പൊതിഞ്ഞ് കെട്ടി വല്ലതും കൊടുക്കുന്നുണ്ടോ? പള്ളിയിലാണെങ്കിൽ വല്ല പാച്ചോറും കാണും. അപ്പോൾ എന്നെ കിട്ടാനൊന്ന് അത് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ എന്ത് ചെയ്തു? കണ്ടത്തിലോട്ട് പോയി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഒത്തിരി വിമർശനങ്ങൾ നമ്മുടെ സഭയിലൊക്കെ വരുന്നുണ്ട്. ആരാധിക്കുന്നവർ സന്തോഷത്തോടെ ആരാധിച്ചു പോകും. സന്തോഷത്തോടെ ആരാധിക്കുന്നവർ സന്തോഷത്തോടെ ആരാധിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർ മടങ്ങിപ്പോവും. അല്ലാത്തവർ അങ്ങനെ മടങ്ങിപ്പോകത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനവും പറഞ്ഞും ചിരിച്ചും പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ അതിനെ കമൻ്റ് അടിച്ചും ഒക്കെ ഇരിക്കുന്നവർ അങ്ങനെയും പോവും. അല്ലാതെ വേറെ എന്തോ നേടാൻ? ഹല്ലേലൂയ. ഈ ദിവസം ഇന്നാളെ ഞാനൊന്ന് ഒരു കാര്യം ഓർപ്പിച്ചായിരുന്നു. ഒരു ദൈവദാസൻ്റെ പ്രസംഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു കൺവെൻഷനിലാണ് പ്രസംഗം. ഞാനൊന്ന് പറഞ്ഞായിരുന്നു, ഒരു യോഗം തുടങ്ങിയ സഭായോഗം 2 മണിക്കൂറല്ലേ 2.5 മണിക്കൂറല്ലേ 3 മണിക്കൂറേ ഉള്ളൂ. അതിനകത്ത് എത്ര പ്രാവശ്യം ഇതിനിടയിൽ മൂത്രമൊഴിക്കാൻ പോകും? ഈ മൂത്രമൊഴിവുള്ളവരല്ല കേട്ടോ, മൂത്രമൊഴിവുള്ളവരല്ല. അപ്പം ഇതിനകത്തുനിന്ന് മൂത്രം ഒഴിക്കാൻ ഈ 2.5 മണിക്കൂറിനകം പല പ്രാവശ്യം പോകും. ഒരു മനുഷ്യനോട് ആ പാസ്റ്റർ ചോദിച്ചു, തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ കോഴിക്കോട് ബസ്സിന് കയറിയാൽ 3-4 മണിക്കൂർ എടുക്കും, അല്ലെ എറണാകുളത്തു നിന്ന് കോഴിക്കോടിന് കയറിയാൽ അപ്പം നിങ്ങൾക്ക് ഒഴിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം വേണ്ട, അതിനപ്പോൾ സാഹചര്യം ഇല്ലല്ലോ എന്ന്. അപ്പം കോഴിക്കോടിന് കയറുന്ന വണ്ടിയിൽ മൂത്രം ഒഴിക്കണ്ട, അപ്പം പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതെന്ന് വെച്ചാൽ സാഹചര്യം ഇല്ല, അതുകൊണ്ട്. അപ്പം സഭായോഗത്തിൽ എന്താണ് ഇതുപോലെ? ഇത് നല്ല സാഹചര്യമല്ലേ? അപ്പം സാഹചര്യം സഭായോഗത്തിൽ എന്തും ചെയ്യാം. എത്ര പ്രാവശ്യം മൂത്രം ഒഴിച്ചാലും കുഴപ്പമില്ല, എത്ര ആയാലും കുഴപ്പമില്ല. എന്താണെന്നറിയാം കാര്യം? ദൈവഭയമില്ല. ഇപ്പം അത്യാവശ്യം എന്നാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ നമുക്കും തോന്നും ഇടയ്ക്കൊന്ന് പോയാലോ എന്ന്, പിന്നെ അങ്ങ് പിടിച്ച് നിൽക്കുക. അപ്പം അത്യാവശ്യമില്ലാതെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ശ്രദ്ധിക്കണം. അപ്പം ഈ സഭായോഗം അലക്ഷ്യമാക്കാൻ വേണ്ടിയല്ലേ ഈ ഇടയ്ക്കൂടെ ഇറങ്ങിപ്പോകുന്നത്. സഭായോഗം പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതോട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് പോകാതിരിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളാരും സഭായോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. 3 പിള്ളേരും ഞാൻ ശുശ്രൂഷയിലായ പിന്നെ ഇറങ്ങിപ്പോയിട്ടില്ല. എനിക്ക് നല്ല പ്രാഗൽഭ്യമാണ്. സ്തോത്രം. കൊച്ചുമക്കളെ എനിക്ക് അവരെ സ്നേഹിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നല്ല പ്രാഗൽഭ്യമാണ്. അതുകൊണ്ട് ആ മൂപ്പന്മാരെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, സ്വന്തം കുടുംബത്തെ നന്നായി എന്ത് ചെയ്യണം? ഭരിക്കുന്നവർ. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവർ. മൂപ്പന്മാരായിരിക്കുന്നവർ സ്വന്തം കുടുംബത്തെ നന്നായി എന്ത് ചെയ്യണം? ഭരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആ പാസ്റ്റർ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അവരുടെ സഭയിൽ 400 റബ്ബർ വെട്ടുന്ന ഒരു ചേട്ടനുണ്ട്, 400 റബ്ബർ വെട്ടുന്ന ഒരു അച്ചാനുണ്ട്, 400 റബ്ബർ വെട്ടുന്നത്. അദ്ദേഹം തന്നെ പാസ്റ്റർ ചോദിച്ചു,
ഈ 400 റബ്ബർ വെട്ടുന്നവന് ഒരു 800 പ്രാവശ്യമെങ്കിലും കുനിയുകയും നിവരുകയും ചെയ്യേണ്ടി വരും. റബ്ബറിൻ്റെ 400 പ്രാവശ്യം എന്ന് വെച്ചാൽ ഒന്ന് അവിടെ ചെന്ന് ചിരട്ട ഒക്കെ ഒന്ന് ക്ലീനാക്കി അന്ന് റബ്ബർ 800 അല്ല, അത് കൂടുതൽ കുനിയണം. ചിരട്ട വെട്ടിയിട്ടുള്ളവർക്കറിയാം, നമുക്കറിയാതെ. എന്നിട്ട് വെട്ടി അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം? പാലെടുക്കാൻ ഇത് ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞ് കുറഞ്ഞത് 400 റബ്ബർ വെട്ടുന്നവൻ 800 പ്രാവശ്യം കുനിയുകയും നിവരുകയും ചെയ്യും. അവർ സഭായോഗത്തിൽ വന്നാൽ വയ്യ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈ സ്തോത്രം ചെയ്യാൻ പറഞ്ഞാൽ വയ്യ, പറ്റത്തില്ല. നിങ്ങൾ നമ്മളെ കുത്തിപ്രസംഗിക്കാമെന്ന് തോന്നരുത് കേട്ടോ. 800 പ്രാവശ്യം കുനിയുകയും നിവരുകയും ചെയ്യുന്ന ആൾക്ക് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് കർത്താവിനെ പാടി ആരാധിക്കാമെന്ന് പറയുമ്പോൾ എഴുന്നേക്കത്തില്ല, പമ്മിയിരിക്കും, വയ്യ. അപ്പോൾ ഞാൻ വയ്യാത്തവരെക്കുറിച്ച് അല്ലാട്ടോ ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞ ആ പാസ്റ്ററെ പിടിച്ചാൽ മതി, യൂട്യൂബിലുണ്ട്. അപ്പം എന്തോ ഇല്ല, റബ്ബർ വെട്ടാൻ കുനിയുകയും എടുക്കുകയും ചെയ്യാം. ആരാധനയ്ക്ക് പാസ്റ്റർ പറയുക ഒന്ന് എഴുന്നേറ്റ് നമുക്കെല്ലാവർക്കും കൂടെ സ്തോത്രം ചെയ്യാമെന്ന് പറയുമ്പോൾ എഴുന്നേക്കാൻ മേല. ഇതാരോടാ പറയുന്നത്? ഞാൻ പറഞ്ഞ പ്രതിഫലത്തെക്കുറിച്ചാണ്. നമ്മുടെ വിഷയം പ്രതിഫലമാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് വല്ലതും പ്രതിഫലം കിട്ടുമോ? നമ്മൾ പ്രതിഫലത്തെക്കുറിച്ചല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് പ്രതിഫലം എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലും പാസ്റ്റർക്ക് പ്രതിഫലം ഒന്നും തരാനില്ല കേട്ടോ, നമ്മൾ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ പ്രതിഫലം നമ്മൾ തന്നെ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രതിഫലം എന്തെങ്കിലും ഒന്ന് കണ്ടതിൻ്റെ ബാക്കി. ശനിയാഴ്ച ആണെങ്കിലും രാത്രി യോഗം കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വണ്ടോ രണ്ടോ ഈ വേട്ടാവെളിയും കൂട്ടുകൂടിയൊക്കെ മണ്ണൊക്കെ ചാടിക്ക് ഉറുമ്പൊക്കെ അവർക്ക് ഒന്ന് കണ്ടാൽ എടുത്ത് വളയുക, കസേര നേരെ അല്ലെങ്കിൽ ഒന്ന് നേരെ ഇടുക, അങ്ങനെയൊക്കെ ചെയ്തു എന്തിനാണ് നമുക്ക് പ്രതിഫലം കിട്ടണ്ടേ? നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ അവരവർ ചിന്തിച്ചാൽ മതി. നമ്മുടെ കർത്താവിൻ്റെ ന്യായാസനത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും പറഞ്ഞാണ്. നമുക്ക് ഏതിനൊക്കെ പ്രതിഫലം കിട്ടണം, ഏതിനൊക്കെ പ്രതിഫലം കിട്ടാനുള്ള കാര്യം നിങ്ങളെ ആരോട് ഞാൻ പിണങ്ങി പറയുന്നതല്ല കേട്ടോ, നമ്മളൊന്ന് തന്നെ ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. ഈ ചില പരീക്ഷയ്ക്ക് അവരവരെ കൊണ്ട് തന്നെ മാർക്ക് ഇടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ ശരിയാണെങ്കിൽ ഇപ്പോൾ ഇത് കൊടുത്തേക്കുക കള്ളത്തരം പറയാതെ, ഇപ്പോൾ PIP ഒക്കെ. അപ്പോൾ അവരവർ തന്നെ മാർക്ക് ഇടുമ്പോഴും അവരവർ എല്ലാവരും തോറ്റുപോകും സത്യസന്ധമായിട്ട്. കാരണം അവർ ABC 4 കൊടുത്തിട്ടുണ്ട്, A എഴുതുന്നിടത്ത് വരെ C ആയിട്ടെങ്കിൽ തെറ്റല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം തന്നെത്താൻ ശോധന ചെയ്യണം. എനിക്ക് എന്തിന് കർത്താവ് പ്രതിഫലം തരണം? അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ അധ്വാനത്തിനും അതിനൊന്നും ഭൗതിക കാര്യത്തിന് വേണ്ടി ഉള്ള അധ്വാനത്തിനൊന്നും അവിടെ പ്രതിഫലമില്ല. ഭൗതിക കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഇവിടെ വെച്ച് അത് കഴിക്കുകയും പിടിക്കുകയും ഒക്കെ നന്മ അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. 50 കൂടെ ഏത്തവാഴ വെക്കുന്നു ഞാൻ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിഫലമുണ്ടോ? ഇപ്പോൾ കർത്താവ് ചോദിക്കും, നീ ഏത്തവാഴ വെച്ചാൽ നീ നല്ല ഏത്തപ്പക്ക ബോളിയും ഏത്തക്ക പഴവും ഒക്കെ ഇഷ്ടം പോലെ തിന്നില്ലേ? കാരണം നമ്മൾ അധ്വാനിക്കുന്നതിന് നമുക്കിവിടെ പ്രതിഫലമുള്ളൂ. ഇനി നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇനി കുറേ കാലം കഴിഞ്ഞ് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജല്ല, നമുക്ക് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഇത് അംഗീകരിക്കത്തില്ല. ഞാൻ അധ്വാനിച്ചു കഷ്ടപ്പെട്ടു എന്നൊന്നും പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടാൻ വേണ്ടി നാം പോകണം. അതുകൊണ്ട് ഇവിടെ പറയുക, ഒരുത്തൻ എന്തോത്ത് പോയി, ഒരുത്തൻ അവിടോട്ട് പോയപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയത്. ഒരുത്തൻ തൻ്റെ വയലിലേക്ക് പോയി, ഒരുത്തൻ എന്തോ ചെയ്തു, മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റൊരുത്തൻ വ്യാപാരത്തിന് പോയി. ആരെങ്കിലും പറ്റി ജീവിക്കുക, അതിനിടെ യോഗത്തിന് പോയാൽ എന്നാ കിട്ടുന്നത്? ഒരുത്തൻ വ്യാപാരത്തിന് പോയി. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശേഷമുള്ളവർ ഈ ദാസന്മാരെ വിളിക്കാൻ ചെന്നതാ. കല്യാണ സദ്യക്ക് വിളിക്കാൻ ചെന്നവനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, കൊന്നുകളഞ്ഞു. അടുത്തത്, രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെ, അതാണ് ഇപ്പൊ പരസ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിത്തലക്കൽ ചെന്ന് നമ്മൾ ദൈവകാര്യം അറിയിക്കുക. വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും നമുക്ക് പറയാനുള്ള യേശു കർത്താവ് മടങ്ങി വരും, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുക.
അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളോട് നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഇത് പറയണം, പറഞ്ഞേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഈ കല്യാണ സദ്യയിലെ സ്തോത്രം ആ രാജകുമാരൻ്റെ മകൻ്റെ സ്ഥാനമാണ് മണവാളന്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു ഉപമയാത്. അപ്പോൾ മണവാളൻ എന്ന് പറയുന്നത് സ്തോത്രം നമ്മുടെ കർത്താവാണ്. മണവാട്ടി ആരാണ്? മണവാട്ടി ചില ആളുകൾ പറയും ഇസ്രായേലാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യെശയ്യാവ് 54:5. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ഇസ്രായേലിനോട് പറയുക, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അവർക്ക് ഭാര്യാപദമാവുള്ളത്. മണവാട്ടിയുടെ പദവും ഭാര്യാപദവും രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ. ഭാര്യാപദവും മണവാട്ടിയുടെ പദവും രണ്ടാണ്. സ്തോത്രം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയമെന്ന് പറയുമ്പോൾ ഈ വിവാഹ നിശ്ചയം ചെയ്തും ആ കല്യാണത്തിന് ഇടയ്ക്കുള്ള ഗ്യാപ്പാണ്. ആ സമയം മുഴുവൻ മണവാളൻ മണവാട്ടിയെക്കുറിച്ച് ചിന്തിക്കും, മണവാട്ടി മണവാളനെക്കുറിച്ച് ചിന്തിക്കും. ഇനി എത്ര ദിവസം കൂടെ കലണ്ടറിൽ അടയാളപ്പെടുത്തും, ഇനി കല്യാണം നടക്കാൻ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ കലണ്ടറോടെ കീറിക്കളയും. കാരണം ഇത് ഇത്രയുണ്ടായിരുന്നുള്ളല്ലോ എന്ന് എന്ത് ചെയ്യും, മനസ്സിലാകും. അപ്പോൾ ആ മണവാട്ടിയുടെ സ്ഥാനം, ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭാര്യയുടെ അനുഭവമല്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് ഭാര്യയുടെ അനുഭവമാണ്. ഇസ്രായേൽ ഭാര്യയായിട്ടാണ് പറയുന്നത്. മണവാട്ടി എന്ന് പറയുന്നത് സ്തോത്രം ഇസ്രായേൽ അല്ല. സ്തോത്രം. മണവാട്ടി എന്ന് ഹാബേൽ മുതൽ ഉള്ള പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും സ്തോത്രം സ്നേഹിതന്മാരുടെ ഗണത്തിലാണ് പെടുന്നത്. മണവാട്ടി എന്ന് പറയുമ്പോൾ സ്തോത്രം പെന്തക്കോസ്ത് നാൾ മുതൽ ഉൾപ്രാപണം വരെ. ഉൾപ്രാപണം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ രഹസ്യ വരവ് വരെ. ആ ഒരു ഗ്യാപ്പാണ് മണവാട്ടി. നമുക്ക് ഈ സ്വർഗവും നരകവും രണ്ട് കാര്യം നമ്മൾ ചിന്തിക്കാറുള്ളൂ. സ്വർഗവും നരകവും എന്ന് പറയുന്ന അനുഭവം അല്ലാത്ത അനുഭവമുണ്ട്. നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് മണവാട്ടി എന്നുള്ളൊരനുഭവമാണ്. അതാ ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ അനുഭവം. അപ്പോൾ പെന്തക്കോസ്ത് നാൾ മുതൽ ഇവിടെ കർത്താവിൻ്റെ രഹസ്യവരവ് വരെ ഉണ്ടാ. ആ കാലഘട്ടത്തിലെ ആളുകളാണ് സ്തോത്രം ആര്? കർത്താവിൻ്റെ കാന്തയിൽപ്പെട്ട ആളുകൾ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാന്തയിൽപ്പെട്ട അതാകാനാണ് സ്തോത്രം നമ്മളായിരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് വില കൊടുക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇനി മണവാട്ടി എന്താ ചെയ്യേണ്ടത്? തന്നെത്താൻ ഒരുക്കുക. 19:7 പറയുകയാണ്, തൻ്റെ കാന്തയും തന്നെത്താൻ എന്ത് ചെയ്യുക? ഒരുക്കുക. ഇത് 1 പത്രോസ് 1:7 എന്ന് വായിച്ചേ. 1 പത്രോസ് 1:7. കാരണം ഒരുത്തൻ്റെ തന്നെത്താൻ ഒരുക്കുക എന്ന് പറയുമ്പോൾ അനേക ശോധനയിലും പ്രയാസത്തിലും രോഗത്തിലും ബുദ്ധിമുട്ടിലും കൂടെ നമ്മൾ കർത്താവിനെ സേവിക്കുന്നത്. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ. ഈയിടെ ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു കർത്താവിനെ തള്ളി പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞു കൊന്നാലും തള്ളി പറയുകയില്ലെന്ന് പറഞ്ഞു. യേശുവിനെ കൊന്നാലും തള്ളി പറയുകയില്ലെന്ന് പറഞ്ഞു. ചെറുപ്പക്കാർ പിള്ളേർ രക്ഷപ്പെടാൻ ഇപ്പോൾ നമ്മുടെ അമ്മമാരാണേലും പറഞ്ഞു കൊടുക്കും, മക്കളെ കൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ട് പോരാൻ മേലായിരുന്നോ തള്ളി പറഞ്ഞിട്ട്. അത് നമ്മുടെ ഓരോ പെറ്റതള്ളിയും പറയും. പക്ഷെ കർത്താവുമായിട്ട് ഒരുക്കമുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ എന്നാന്നറിയാമോ? സ്തോത്രം. കൊന്നാലും കഴുത്ത് വെട്ടിയാലും എന്ത് ചെയ്യല? കർത്താവിനെ തള്ളിപ്പറയത്തില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ വായിച്ച് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്താണ്? വിലയേറിയതാ. അതുപോലെ ആ ചൂളയിൽ കൂടെയാണ് പോകുന്നത് കാന്ത. അവൾ ആ സ്ഥാനം വഹിക്കാൻ വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. ഇനി കല്യാണ സദ്യ എന്ന് പറയുന്നത് വിഭവങ്ങൾ ഭൗമികമല്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ചിക്കൻ ബിരിയാണിയാണെന്നോ പോത്താണെന്നോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്ക് വരും കല്യാണ സദ്യ എന്ന് പറയുമ്പോൾ. അത് ഭൗമികമല്ല. അപ്പം നമുക്ക് ഈ ശരീരവും ഈ കുടലും ഇതുമല്ല. നമ്മൾ കർത്താവിനെ പോലെ ദൈവദൂത തുല്യമാണ്.
തേജസ്സുള്ള ശരീരമാണ്. ഇവിടുത്തെ പോത്തും ഇവിടുത്തെ ചിക്കനും ഒന്നും നമുക്ക് അതിനോടുള്ള ആർത്തി പോകും നമുക്ക്. അത് ഈ ലോകത്തിലെ കാര്യമാണ്. കാരണം ഈ ലോകത്തിലെ നമ്മുടെ ശരീരം മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നിലനിൽക്കണമെങ്കിൽ മണ്ണിൽ നിന്നുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ ശരീരം എന്ത് ചെയ്യത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഈ വിഭവങ്ങൾ ഇപ്പം ശാസ്ത്രജ്ഞൻ ഈ ആളുകൾ പറയുന്ന, ഡോക്ടർമാർ പറയുന്നത് ഒരാൾ ഒരു ദിവസം ഒരു മുട്ട വെച്ച് കഴിക്കണമെന്നാണ്. ഒരു ദിവസം ഒരു മുട്ട എന്ന് വെച്ചാൽ എന്നാലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടത്തുള്ളൂ, പ്രോട്ടീൻ. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല. എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, മുട്ട ആഴ്ചയിൽ ഒരിക്കൽ ഒരെണ്ണം പ്രായമുള്ളവർ കഴിക്കാവുള്ളത്. ഇപ്പോൾ പറയുന്ന പ്രായമുള്ള ആളുകളും 2 മുട്ട വെച്ച് കഴിക്കണമെന്ന്. പെണ്ണുങ്ങൾ സഹോദരിമാരെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പ്രായമായി ശരീരത്തെ വെള്ളവും പറ്റി രക്തവും പറ്റി ഇരിക്കുമ്പം ശരീരത്തിന് സ്തോത്രം 2 മുട്ടയെങ്കിലും കഴിക്കണമെന്ന്. പാസ്റ്റർ മേടിച്ച് വരുമെന്ന് ചിലപ്പോൾ ചോദിക്കുക ആളുകൾ. കാരണം ശരീരത്തിൻ്റെ ഘടന ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ സ്തോത്രം നമ്മൾ അത് കഴിച്ചേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ മണ്ണിലെ കാൽസ്യവും ഫോസ്ഫറസും അയണും എല്ലാം വേണം. അത് ഭക്ഷണത്തിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ആളുകൾക്ക് ഇരുമ്പ് കുറവാണെന്ന് ഓർത്ത് കുറച്ച് ഇരുമ്പ് പൊടി കലക്കി കഴിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ ഭക്ഷണത്തിൽ കൂടെ ചെല്ലണ്ടേ. അപ്പോൾ നമ്മുടെ അന്നേരത്തെ ശരീരം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശരീരമാണ്. സ്വർഗീയ ശരീരത്തിന് സ്തോത്രം ഈ ലോകത്തിലെ അനുഭവമല്ല. ഹല്ലേലൂയ. സ്വർഗീയ അനുഭവം എന്ന് പറയുന്നത് ഭൗതികമല്ല, ഭൗമികമായ കാര്യമല്ല. കർത്താവ് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക അനുഭവമാണ്. ഇനി വിരുന്നുകാരെന്ന് പറയുമ്പോൾ മണവാട്ടിയല്ല. വിരുന്നുകാർ പഴയ നിയമ വിശുദ്ധന്മാരാണ്. നമ്മളത് നേരത്തെ ചിന്തിച്ച യോഹന്നാൻ്റെ സുവിശേഷം 3-29 വരെ. പിന്നെ മഹാപീഡനത്തിൽ കൂടി കടന്നു വന്നവരും വീണ്ടെടുക്കപ്പെട്ട ജാതികളും ദൂതന്മാരുമാണ് വിരുന്നുകാരെന്നാണ് പറഞ്ഞത്. മഹാപീഡനത്തിൽ കൂടെ കടന്നുപോയി കർത്താവിനെ ഏറ്റുപറയുന്ന ആളുകളുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ? ഈ ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൽ വിടും ദൈവത്തിനു വേണ്ടി നിന്ന് മരിക്കുന്നവരുണ്ട്. അവർ മണവാട്ടി ഗണത്തിൽപ്പെടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവർ മണവാട്ടി ഗണത്തിൽപ്പെടത്തില്ല. അവരെല്ലാം എന്തിലാ വരുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അവർ വരുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ ആ ദൂതന്മാരും സന്ദർശകരായിരിക്കും. ദൂതന്മാർ സന്ദർശകരായിരിക്കും. എബ്രായ ലേഖനം 1-6 വായിച്ചേ. എബ്രായ ലേഖനം 1-6 ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സന്ദർശകരിപ്പെടുന്ന ദൂതന്മാരാ. നമ്മൾ പറയുന്നുണ്ട്, സുവിശേഷം പറയുന്നിടത്തോട് ദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി കല്യാണ സദ്യ കഴിഞ്ഞ് 1000 വർഷം മണവാളനും മണവാട്ടി ഈ ഭൂമിയിൽ കാണും. അനന്തരം പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങും. സ്തോത്രം. അതിനുശേഷം ഭൂമി തീ കൊണ്ട് ചുട്ടുകളഞ്ഞ് അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നിടം വരെയും അവർ കർത്താവിനോടൊപ്പമായിരിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കിലൂടെ ഉപസംഹരിക്കട്ടെ. നമ്മൾ ആ മണവാട്ടി ഗണത്തിൽപ്പെടണം. കർത്താവ് വരാൻ അടുത്തിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.